വെൽക്കം ടു CC Plus. എൻ്റെ പേര് സഫീന. ഇന്ന് നമ്മളൊരു അറബിക് വർക്ക്ഷീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പാർട്ട് ഓഫ് സ്പീച്ച് ഒക്കെ പഠിച്ചില്ലേ? ഇസ്മുണ്ട്, ഫിഅലുണ്ട്, ഹർഫുണ്ട് എന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനൊരു പാരഗ്രാഫ് കാണിക്കും. അതിൽ നിന്നും ഇസ്മും ഫിഅലും ഹർഫും നിങ്ങൾ സെലക്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്താണ് ഇസ്മ, എന്താണ് ഫിഅൽ, എന്താണ് ഹർഫ് എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കില്ലേ? നോക്കിയാലോ. അൽഅബുൽ ഖുറത്ത് അഥവാ ബോൾ ഗെയിംസ്. ബോൾ ഗെയിംസിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫാണ്. നോക്കിയേ. ഖുറത്തുൻ മുസ്തദീറത്തു ഷക്കൽ മുഹീതുഹ 68 ഇല 70 സെന്റിമീറ്റർ. ഖുറത്തുൻ മുസ്തദീറത്തു ഷക്കൽ എന്താണ്? റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോൾ ആണ്. മുഹീതുഹ 68 ഇല 70 സെന്റിമീറ്റർ. 68 മുതൽ 70 വരെയാണ് അതിൻ്റെ സർക്കംഫറൻസ് വരുന്നത്. അൽ മൽഅബ്. ഇനി പ്ലേ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹുവ ഖിത്അത്തുൻ മിനൽ അർളി. അത് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ്, അല്ലെങ്കിൽ പീസ് ഓഫ് ഗ്രൗണ്ട് ആണ്. അലാ ഷക്കലിൻ മുസ്തത്വീലുൻ മഫ്രൂഷൻ ബിൽ ഒഷ്ബിൽ അഹ്ലരി. നീണ്ടു കിടക്കുന്ന അഥവാ എന്താണ്? ബിൽ ഒഷ്ബിൽ അഹ്ലരി. ഗ്രീൻ ബുഷസ് ഒക്കെയുള്ള അല്ലെങ്കിൽ പച്ച പുല്ലുകളുള്ള. തൂലുഹു ബൈന മിഅത്ത് ഇല 110 അംതാർ. 100-110 മീറ്റർ വരെ അതിന് നീളമുണ്ടാകും. അറുലുഹു. ഇനി അതിൻ്റെ വിട്ട് വരുന്നത് എത്രയാണ്? 64 ഇല 75 മിത്ര, അല്ലെങ്കിൽ അത്രയും മീറ്റർ ആണ്. 64 മുതൽ 75 വരെ മീറ്റർ ആണ് അതിന് ഉള്ളത്. അൽ മുബാറാത്തു. ഇനി മാച്ച്. എങ്ങനെയാണ്? ഫുട്ബോളിനെ പറ്റിയാണ് പറയുന്നത്. അൽ മുബാറാത്ത് മാച്ച്. തതകവ്വിനു അത് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് മിൻ ഷൗത്വൈനി, അല്ലെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് എത്ര? 2 ഹാഫ്സ് ആയിട്ടാണ്. 2 ഹാഫ്സിലാണ് ഗെയിം നടക്കുന്നത്, മാച്ച് നടക്കുന്നത്. മുദ്ദത്തൻ കുല്ലു ഷൗത്തിൻ 45 ദഖീഖ. ഈച്ച് ഹാഫ്സിനും അല്ലെങ്കിൽ 2 പകുതിയായിട്ടാണെന്ന് പറഞ്ഞു. ഓരോ പകുതിക്കും എത്ര സമയമുണ്ട്? 45 മിനിറ്റ് ഉണ്ട്. ഓരോ പകുതിയും 45 മിനിറ്റ് വെച്ചിട്ട്. വബൈനഹുമ. ഇനി അതിനിടയിൽ എന്തുണ്ട്? ഇസ്തിറാഹത്ത് എന്നാണ്, ഒരു ബ്രേക്ക് ഉണ്ട്. മുദ്ദത്തുഹ അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്? 15 ദഖീഖ, അല്ലെങ്കിൽ 15 മിനിറ്റ് ബ്രേക്കും ഉണ്ട്. യജിബു അൻ യകൂന ഫി കുല്ലി മുബാറാത്തിൻ 4 ഹുക്കാമിൻ. എന്താണ്? ഓരോ മാച്ചിലും എന്താണ് നിർബന്ധമായിട്ടും ഉണ്ടാകണം 4 ഹുക്കാമിൻ, 4 റെഫറീസ് ഉണ്ടാകും. കുല്ലു ഫരീഖുൻ കായിദുൻ. എല്ലാ ടീമിനും എന്തുണ്ട്? കായിദുണ്ട്, ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ലഹു മഹാമുൻ ഖാസ. ഒരു പ്രത്യേക ഉത്തരവാദിത്തമുള്ള എന്താണ്? ഓരോ ക്യാപ്റ്റന്മാരും എല്ലാ ടീമിനും ഉണ്ടാകും. ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇസ്തഖ്റജ് മിനൽ ഫിക്ര. ഈ പാരഗ്രാഫിൽ നിന്നും നിങ്ങൾ കണ്ടുപിടിക്കണം ഇസ്മ, ഫിഅൽ, ഹർഫ്. ഇസ്മും ഫിഅലും ഹർഫും നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമോ? എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമുക്ക്. ആദ്യം ഇസ്മു നോക്കാം. എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ, അതുപോലെ സകല എന്തൊരു കാര്യത്തിൻ്റെയും പേരുകൾ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങൾക്കാണ് ഇസ്മ എന്ന് പറയാല്ലേ. അപ്പോൾ ഇതിൽ ഇസ്മായിട്ടുള്ള നാമങ്ങളായിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയുണ്ട്? ഒന്നുകൂടി ഈ പാരഗ്രാഫ് നോക്കിയേ. ഖുറത്തുൻ. ഖുറത്തുൻ എന്താണ്? ഖുറത്തുൻ എന്ന് വെച്ചാൽ ബോൾ. ബോൾ ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ? ഖുറത്ത് ബോളാണ്, അതൊരു ഇസ്മാണ് അല്ലേ. അപ്പോൾ ഇസ്മ, ആദ്യത്തെ ഇസ്മ കിട്ടി, ഖുറത്ത്. ഇനിയോ മുസ്തദീറത്തുൻ. മുസ്തദീറത്തുൻ അഷ്ഷക്കൽ. ഷക്കൽ എന്താണ്? ഒരു ഇസ്മല്ലേ, ഷെയ്പ്പ്. ഇതിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഇസ്മുകൾ മാത്രമാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഇസ്മുകൾ. മുഹീതുഹ 68 ഇല 70 സെന്റിമീറ്റർ. പിന്നെയോ മൽഅബ്. മൽഅബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? മൽഅബ് എന്ന് വെച്ചാൽ പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് ഒരു ഇസ്മാണ് അല്ലേ, പ്ലേ ഗ്രൗണ്ട്. ഹുവ ഖിത്അത്തുൻ. ഖിത്അത്ത് അത് ഇസ്മാണ്. പീസ്. പീസ് എന്നായിരുന്നില്ലേ അർത്ഥം? അർള്.
അർള് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൗണ്ട്, അല്ലെങ്കിൽ എർത്ത് എന്നാണ് അർളിന്റെ മീനിങ്. ഗ്രൗണ്ട്, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അത് ഇസ്മാണ്. അലാ ഷക്കലിൻ മുസ്തത്വീലിൻ മഫ്രൂഷിൻ ബിൽ ഉഷ്ബി, ഗ്രാസ്, അതും ഇസ്മാണ്. ഉഷ്ബ് ഇസ്മാണ്. പിന്നെയോ അൽ തൂലുഹു ബൈന 100 ഇല 110 അംതാർ വ അർലുഹു 64 ഇല 75 മിത്ര. അൽ മുബാറാത്ത് എന്താണ്? മാച്ച്, അതൊരു ഇസ്മാണ്. തതകവ്വിനു മിൻ ഷൗത്വൈനി, ഷൗത്വൈൻ എന്താണ്? 2 ഹാഫ്സ്, അതൊരു ഇസ്മാണ്. മുദ്ദത്തു കുല്ല ഷൗത്തിൻ 45 ദഖീഖ വ ബൈനഹുമ ഇസ്തിറാഹ, ഇതൊരു ഇസ്മാണ്. ബ്രേക്ക്, ദഖീഖ, മിനിറ്റ്സ്. യജിബു അൻ യകൂന ഫീ കുല്ല മുബാറാത്തിൻ, മുബാറാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ ഹുക്കാം, ഹുക്കാം എന്താണ്? ഇസ്മാണ്. കുല്ല ഫരീഖിൻ, ഫരീഖ്, ഫരീഖ് ഒരു ഇസ്മാണ്. ദെൻ ഖായിദ്, ഖായിദ് ഇസ്മാണ്. ഇത്രയുമാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഇസ്മുകൾ. എത്ര പേർക്ക് കിട്ടി? ഇത്രയും ഇസ്മുകൾ കിട്ടിയോ? പാരഗ്രാഫ് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇസ്മുകളെ സെലക്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ ഇസ്മുകൾ കഴിഞ്ഞു. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫിഅല്. ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിഅല് ഒരു പ്രവൃത്തി അല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്തു. അതുപോലെ തന്നെ കാലവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ, അഥവാ എന്താണ്? നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി എടുക്കുകയാണെങ്കിൽ അതിനേതെങ്കിലും ഒരു കാലവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എഴുതി, എഴുതി എന്ന് വെച്ചാൽ എന്താണ്? എഴുതി എന്ന് പറയുമ്പോൾ അവൻ എഴുതി, അത് കഴിഞ്ഞ കാലമാണ്, കഴിഞ്ഞു പോയ ഒരു കാലത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. എഴുതി എന്ന് നമ്മൾ പറയുമ്പോൾ എഴുതി കഴിഞ്ഞു, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ അറബിയിലെ പാസ്റ്റ് ടെൻസിന് എന്തായിരുന്നു പറയുന്നത്? ഫിഅലുൽ മാലി, മാലി ആയിട്ടുള്ള കാര്യമാണ് എഴുതി എന്ന് പറയുമ്പോൾ. അപ്പോൾ പ്രസന്റ് ആയിട്ട് പറയുമ്പോൾ അതിനെ എന്ത് പറയും? എഴുതുന്നു, എഴുതുന്നു, അവൻ എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ആയിട്ടുള്ള കാലത്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ഫിഅലുൽ മുലാരി ആണ്. അപ്പോൾ എപ്പോഴും ഒരു കാലവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും ഫിഅലുകൾ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഏതൊക്കെയാണ് ഫിഅല്? ഫിഅല് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ, വായിച്ചു നോക്കി. ഖുറത്തുൻ മുസ്തദീറത്തു ഷക്കൽ മുഹൈതുഹ 68 ഇല 70 സെന്റിമീറ്റർ. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഫിഅൽ ഉണ്ടോ ഈ പാരഗ്രാഫില്? ഉണ്ടോ? തതകവ്വിനു എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതൊരു ഫിഅലാണ്. തതകവ്വിനു, കൺസിസ്റ്റ്, ദ മാച്ച് കൺസിസ്റ്റ്. മുദ്ദത്തൻ കുല്ല ഷൗത്തിൻ. പിന്നെ ഇനി ഉണ്ടോ നോക്കിയേ. ഇസ്തിറാഹത്ത് മുദ്ദതഹ 15 ദഖീഖ. യജിബു അൻ യകൂന, യജിബു എന്താണ്? മസ്റ്റ്, നിർബന്ധമാണ്. മസ്റ്റ്. അൻ യകൂന ഫീ കുല്ല മുബാറാത്തിൻ 4 ഹുക്കാമിൻ, 4 റെഫറീസ് ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു 2 ഫിഅലുകൾ മാത്രമേ ഈ പാരഗ്രാഫിലുള്ളൂ, വേറെ ഫിഅലുകളൊന്നും ഇല്ല. ആകെ 2 ഫിഅലുകളാണ് ഉള്ളത്. പിന്നെയോ ഹർഫ്. ഹർഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹർഫ്? ഹർഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു പ്രിപ്പോസിഷൻസ് എന്നാണ് പറയുക. ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഹർഫ് ഒറ്റയ്ക്കാണെങ്കിൽ. മറിച്ച് മറ്റൊരു വാക്കിനോട് ചേർത്ത് പറയുമ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം വരുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടോയെന്ന് നോക്കിയേ. ഖുറത്തുൻ മുസ്തദീറത്തു ഷക്കൽ മുഹൈതുഹ. ദാ ഇല, ഇല മീൻസ് 2, 68 to 17 സെന്റിമീറ്റർ, അതൊരു ഹർഫാണ്. അൽ മലഅബു ഹുവ ഖിത്അത്തുൻ മിൻ, ഫ്രം. മിൻ ഒരു ഹർഫാണ്. അർലി, അല, അല ഒരു ഹർഫാണ്. ഓൺ. ഷക്കലിൻ മുസ്തതീലിൻ മഫ്രൂഷിൻ ബിൽ ഉഷ്ബി, ഇവിടെ ഒരു ബി കണ്ടോ? ഇതൊരു ഹർഫാണ്. തൂലുഹു ബൈന ഇല, ഇല നമ്മൾ പറഞ്ഞു. മിൻ ഷൗത്തൈനി ബൈനഹുമ യജിബു അൻ യകൂന ഫീ, ഫീ പറഞ്ഞോ? ഫീ ഫോറുകുല്ല ഫരീഖിൻ ലഹു മഹാമുൻ ഹാസ്. ഇത്രയും ഹർഫുകളാണ് ഈ പാരഗ്രാഫിൽ ഉള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് കൃത്യമായിട്ട് ഇസ്മും ഹർഫും ഫിഅലും കണ്ടുപിടിക്കാൻ പറ്റിയവർ ആരൊക്കെയുണ്ട്?
എത്ര പേർക്ക് കിട്ടി? ഇത് ക്ലിയർ ആയിട്ട് ഇത്രയും ഇസ്മും ഇത്രയും ഹർഫും ഇത്രയും ഫിയലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ആക്ടിവിറ്റി ആയിട്ട് ചെയ്തത്. ഇസ്മും ഫിയലും ഹർഫും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറബിക് ട്യൂഷൻ അല്ലെങ്കിൽ അറബി സ്കൂളിൽ പഠിച്ചിട്ട് അറബി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ അറബി ട്യൂഷന് വേണ്ടി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. എത്രയും വേഗം CC+ന്റെ അറബിക് ട്യൂഷൻ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. നമ്മൾ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പോടുകൂടി, അഥവാ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ഒരു ട്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒറ്റ ഇൻഡിവിജ്വൽ ട്യൂഷൻ വഴി നിങ്ങൾക്ക് അറബി സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.